ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് ലഞ്ച് വ്ളോഗ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണവയും ചാളമീനുമാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച് കണവയും കുറച്ച് ചാളയുമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് സമയം വേണം. നമുക്കതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ മീൻ രണ്ടും ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചാള ചെറുതാണ്, വലിയ ചാളയൊന്നുമല്ല, ഇടത്തരം ചാളയായിരുന്നു. അപ്പം നമുക്ക് ചാളയെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം, കണവയെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചാള കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനുമായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചാള നമുക്ക് മുളക് കറിയും വെച്ച് കുറച്ച് നമുക്ക് വറുക്കാം. കണവ ഒരു മസാലയാണ് ചെയ്യുന്നത്. കണവ മസാല ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് കണവ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ കണവയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായി പീസാക്കിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. കണവ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് കണവ. ഇനി നമുക്ക് ആദ്യമേ കണവ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. കണവ താണ്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണവ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് കണവയ്ക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോഴത്തേക്ക് അതിലിത്തിരി കടുകിട്ട് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഈ സമയം ചെറിയ ഉള്ളി ചേർക്കേണ്ടവർക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. കടുക് പൊട്ടിയപ്പം വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചാണ് ചേർത്തത്, അരച്ചതല്ല, പേസ്റ്റുമല്ല. ഒന്ന് കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമുള്ള സവാള ചേർക്കാം. ഒരുപാട് സവാള ചേർത്താൽ നമ്മുടെ തോരന് കണവയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഉള്ളിയുടെ ഒരു ടേസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സവാള മതി. കണവയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് സവാളയെ ചേർത്തിട്ടുള്ളൂ. സവാളയൊന്ന് നന്നായി വഴണ്ടി വരട്ടെ. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്തത്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ കണവ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് അതുകൂടെ ഈ മസാലക്കൂട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ചെറു തീയിലിരുന്ന് കണവയും സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം ചെറു തീയിലൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കണവയുടെയൊക്കെ ടേസ്റ്റ് നമ്മുടെ സവാളിലേക്ക് പിടിച്ച് കിട്ടും. പിന്നെ ഞാൻ ഇത്തിരി തേങ്ങ ഒതുക്കിയതോട് ചേർത്തിട്ടുണ്ട്. ഒരു 3-4 പിടി തേങ്ങ മിക്സിയിലൊന്ന് ഒതുക്കി ചേർത്തതാണ്. അത് ചേർക്കുന്ന വീഡിയോ വിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം, എന്നാൽ മാത്രമേ കണവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ചേർത്തത് കൊണ്ട് പിന്നെ കറിവേപ്പില ചേർത്തില്ല. ഉള്ളവർക്ക് പിന്നെയും ചേർക്കാം. അപ്പം നമ്മുടെ കണവ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഉണ്ടാക്കുന്നത് മീൻ കറിയാണ്. ചാളയാണ് കറി വയ്ക്കുന്നത്. എല്ലാവർക്കും അറിയാം, മീൻ കറിയൊക്കെ വെക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മീൻ കറിയാണ് ചെയ്യുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞൊന്ന് മൂപ്പ് തന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇത്തിരി മസാല ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ ഇത്തിരി ചൂട് വെള്ളത്തിൽ കുതിർത്ത് നേരത്തെ വെച്ചതാണ്. അതുകൊണ്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. നന്നായി അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 കഷ്ണം പുളി ഇട്ട് കൊടുത്തു. വടക്കം പുളിയാണ് ചേർത്ത് കൊടുത്തത്. പിഴുപുളി ചേർക്കുന്നവർക്ക് ഈ സമയം പിഴുപുളിയുടെ വെള്ളം ചേർത്താലും മതി. ഇതേണ്ട ഒരു തക്കാളിയും 2 പച്ചമുളകൂടെ കീറിയിട്ടിട്ടുണ്ട്. ഇനി കറി ഒന്ന് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പെറുക്കിയിട്ടാൽ മതി. ചെറിയ ചാളയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വലിയ വേവൊന്നുമില്ല. കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ല കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം. വലിയ ചാളയൊന്നുമല്ല, ചെറിയ ചാളയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ കറി അവിടെ ഇരുന്ന് ചെറു തീയിലിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയാലോ. ഇതാണ്ട് കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ്. ഇച്ചിരി കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീൻകറി നന്നായി വറ്റി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ അറിയാമല്ലോ, ഈ ചാള തന്നെയാണ് ഫ്രൈ ചെയ്യാനും എടുക്കുന്നത്. അപ്പം 5-6 ചാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കറികളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കുറച്ച് കറിയേ വെച്ചിട്ടുള്ളൂ. ചാളക്കറി താണ്ട് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. താണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടി എൻ്റെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഫ്രൈക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്ത് കൊടുക്കാം. താണ്ട് ഒരുപാട് മസാലയൊന്നും ഫിഷ് ഫ്രൈക്ക് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി വയ്ക്കാം.
ചാളയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ചെറിയ ചാളയാണ്, വലിയ ചാളയൊന്നും അല്ല കേട്ടോ, ചെറിയ ചാളയാണ്. അതിലേക്ക് ഞാൻ നല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പുരട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് ചൂടായപ്പോഴത്തേക്ക് ചാള പെറുക്കിയിട്ട് കൊടുത്തു. തിരിച്ചും മറിച്ചുമൊക്കെ കുറേ നേരം ഇട്ട് നമുക്ക് നമ്മുടെ ചാള മീനെ മൂപ്പിച്ചെടുക്കാം. പൊടിഞ്ഞു പോകും, ചെറിയ ചാളയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതീയിൽ കുറേ നേരം ഇരുത്തിയാണ് ഞാൻ ചെറുതീയിൽ മൂപ്പിച്ചെടുത്തത്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ച് ഞങ്ങളുടെ ചാള റെഡി. ഇവിടെ നന്നായിട്ട് മൂത്ത് റെഡിയായി ഇരിപ്പുണ്ട്. ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ല. ഒരു മോര് കറിയും കൂടെ ചെയ്യാമെന്ന് കരുതി. എളുപ്പത്തിലൊരു മോര് കറി. ഇത്തിരി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സിയിലേക്ക് അരച്ച് അതിലേക്ക് തന്നെ കുറച്ച് തൈര് ഒഴിച്ചൊന്ന് അടിച്ചെടുത്ത് അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി വെച്ചു. എന്നിട്ട് നമ്മളിത്തിരി കടുക് താളിച്ചൊഴിക്കുന്നു. അത്രയേ ഉള്ളൂ, നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നും താളിപ്പൊന്നും വേണ്ട. ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂപ്പിച്ചിട്ടു. അപ്പം നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളമല്ല, കുറുകിയൊരു മോര് കറിയാണ് തയ്യാറാക്കിയത്. വെള്ളം ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇവിടെ ഒരുപാട് വെള്ളം വേണ്ട മോര് കറിക്ക്, അതുകൊണ്ട് കുറുകിയ ഒരു മോര് കറിയാണ് ഞാൻ തയ്യാറാക്കിയത്. ഈ മോര് കറിയിൽ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ ഇട്ട് നമുക്ക് കാച്ചിയെടുക്കാവുന്നതാണ്. വെള്ളരിക്ക മോര് കറിയൊക്കെ ആകും, തക്കാളി ഇട്ടാൽ തക്കാളി മോര് കറിയൊക്കെ ആകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാലോ: കണവ മസാല, ചാള കറി വെച്ചത്, ചാള വറുത്തത്, പിന്നെ ഈ കുറുകിയ മോര് കറി. അപ്പം പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂട് ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഭവമായ കണവ മസാലയും വിളമ്പിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കണവ മസാലയ്ക്ക് തേങ്ങ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, തേങ്ങ ചേർക്കാതെടുത്താലും കണവ മസാലയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇതിൽ ചേർത്തു എന്ന് മാത്രം. നല്ല കണവ മസാല വിളമ്പി. പിന്നെ 2 ചാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ സവാള ഇഷ്ടമായതുകൊണ്ടാണ് ഇത്തിരി സവാള അരിഞ്ഞത് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ കുറുകിയ മീൻകറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറുകിയ മോര് കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉച്ചയൂണുണ്ണാൻ വന്നോളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ.